രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ചെറിയ പ്രതീക്ഷ തോന്നി. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാര്യം, എൽ ഡി എഫും യു ഡി എഫും മാറി മാറി സ്നേഹം കൊണ്ടും സേവനം കൊണ്ടും ജനങ്ങളെ പരിലാളിച്ച് ശ്വാസം മുട്ടിച്ചപ്പോൾ ഒരു മാറ്റം കേരളത്തിന് അനിവാര്യമാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നി. അതുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 20% വോട്ട് ലഭിച്ചത്. അത് പൊതുസമൂഹം നൽകിയ വോട്ടാണ്. ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന് സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നി അത് നന്നായി. അതിന് 2-3 കാരണമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണം, രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിയുടെ പേരിൽ ഫണ്ട് പിരിച്ച് പണമുണ്ടാക്കാൻ താല്പര്യമുള്ള ഒരാളല്ല. അതർവൈസ് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, സമ്പന്നനാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ഷനോടനുബന്ധിച്ച് വരുന്ന പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റാൻ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, 10ാം ക്ലാസ്സിൽ തോറ്റപ്പോഴേ ഇനി എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, ജനസേവനം നടത്തിയേക്കാം എന്ന് വിചാരിച്ച് രസീത് ബുക്കുമായിട്ട് ജനസേവനത്തിന് ഇറങ്ങിയ കൂട്ടത്തിൽപ്പെടുന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരൻ ഒരു ടെക്നോക്രാറ്റാണ്. ശശി തരൂരിനെ വെല്ലാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റി. അങ്ങനെ ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി അധികാരമേറ്റെടുത്തപ്പോൾ സ്വാഭാവികമായും ജനം ധരിച്ചു ഇനിയും അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ ബി ജെ പിയിൽ ഉണ്ടായേക്കാം എന്ന്. പക്ഷേ അടുത്ത ദിവസം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന ചില സംഭവവികാസങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നതാണ്. രാജീവ് ചന്ദ്രശേഖരൻ ബന്ധനസ്ഥനാണ്. കുമാരനാശാൻ്റെ ഒരു കവിത കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് പാഠപുസ്തകമായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നാണ്. ഇവിടെ ഇപ്പോൾ ബന്ധനസ്ഥനായിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പം രാജീവ് ചന്ദ്രശേഖരനെ ബന്ധനസ്ഥനാക്കിയത് മറ്റാരുമല്ല, ജെ പി നഡ്ഡ എന്ന് പറയുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനെ ബന്ധനസ്ഥനാകുന്ന കാര്യത്തിലേക്ക്, ഈ സാഹചര്യത്തിലേക്ക് വഴിതെളിച്ചത് കോർ കമ്മിറ്റിയുടെ രൂപീകരണമാണ്. വളരെ ചെറിയ ഒരു കോർ കമ്മിറ്റി, പ്രവർത്തിക്കാൻ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കോർ കമ്മിറ്റിയാണ് രാജീവ് ചന്ദ്രശേഖർ രൂപീകരിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കോർ കമ്മിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് ജെ പി നഡ്ഡയ്ക്ക് പിടിച്ചില്ല. ഇവിടെ ഇനിയും നമ്മൾ കോർ കമ്മിറ്റി അവിടെ നിൽക്കട്ടെ, ജെ പി നഡ്ഡയെക്കുറിച്ചൊന്ന് പഠിക്കണം. കാരണം ഈ കോർ കമ്മിറ്റി മാറ്റി എഴുതേണ്ട വന്നത് ജെ പി നഡ്ഡയുടെ തീരുമാനം അനുസരിച്ചാണ്. ജെ പി നഡ്ഡ അത്ര പ്രശസ്തനായ ഒരാളൊന്നുമല്ല. പാർലമെൻറ്റിൽ വല്ലപ്പോഴൊക്കെ എണീറ്റ് നിൽക്കുന്ന കാണാം. കണ്ടാൽ അത്യാവശ്യം ഒരു കോംപ്ലാന്റ് ബോയുടെ ലുക്കുള്ള ഒരാളാണ് ജെ പി നഡ്ഡ. അദ്ദേഹം ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി. അപ്പോൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി ജെ പി നഡ്ഡ വന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നഡ്ഡയുടെ ചരിത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ 2024 നമ്മുടെ നഡ്ഡാജി ഒരു പ്രസ്താവന നടത്തി. ബി ജെ പിക്ക് ഇവിടെ അധികാരത്തിലെത്താൻ RSSൻ്റെ സഹായം ആവശ്യമില്ല. ആവറേജ് ഐക്യമുള്ള ആളുകൾ വിചാരിച്ചിരിക്കാൻ എന്തായി പറയുന്നത്? സ്വബോധമില്ലാതെ വല്ലതും പറയുകയാണോ? RSS എന്താണ്, ബി ജെ പി എന്താണ് എന്നറിയുന്ന പൊതുസമൂഹത്തിൻ്റെ മനസ്സിലാണ് ഈ സംശയം വന്നത്. എന്തായാലും ശരി, ആ സേതു ഹിമാചലം തൻ്റെ വ്യക്തിപരമായ സ്വാധീനത്തെക്കുറിച്ച് അറിയാവുന്ന നഡ്ഡാജി അത്ര ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് എടുത്തത്. ആ ഉറച്ച നിലപാടിലെ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ 2019 303 സീറ്റ് നേടിയ ഭാരതീയ ജനതാ പാർട്ടി നഡ്ഡാജിയുടെ നേതൃത്വത്തിൽ 240 മാറുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കോംപ്ലാന്റ് ബോയുടെ ആദ്യത്തെ എഫക്റ്റ് നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടത് അതാണ്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, RSS ഈസ് ദ സീക്രട്ട് ഓഫ് ബി ജെ പിസ് ഹെൽത്ത്. അത് പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കുന്ന ഒരാളാണ് നഡ്ഡാജി എന്നാണ് എനിക്ക് തോന്നുന്നത്. കോർ കമ്മിറ്റിയുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ സമീപനം അതാണ് കാണിക്കുന്നത്. എന്തായാലും ശരി, കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ വലിയൊരു ജംബോ കോർ കമ്മിറ്റി കേരളത്തിൽ ഫലപ്രദമല്ല എന്ന് ചിന്തിക്കാൻ സാമാന്യമായ രാഷ്ട്രീയ ബോധം മാത്രം മതി. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റന്മാരായിട്ട് ആരൊക്കെയാണ് നഡ്ഡാജിക്ക് മുമ്പ് ഇരുന്നത് എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിക്കണ്ടേ. എനിക്ക് എല്ലാവരുടെയും പേര് അറിഞ്ഞുകൂടാ, ഓർമ്മയിൽ വരുന്ന ചില പേരുകൾ.
അടൽ ബിഹാരി വാജ്പേയി, ലാൽ കൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, വെങ്കയ്യ നായിഡു, അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി, അമിത്ഷാ, ഇവരുടെയൊക്കെ പേരാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. വേറെ ആളുകൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അവരുടെ ആരുടെയും പേര് പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് പറയാൻ എനിക്കറിഞ്ഞൂടെ, റെഫർ ചെയ്തെങ്കിലും നമുക്കത് പറയാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്ന ചില പേരുകൾ ഇന്നും നിലനിൽക്കുന്നത് ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരുടെയാണ്. ഇവിടെ ഒരു സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് മാർഗമുണ്ട്. പ്രത്യേകിച്ച് ഉന്നതമായ സ്ഥാനത്തേക്ക് വരുമ്പോൾ, ഒന്ന് ചരിത്രത്തിൽ ഇടം പിടിക്കാം, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ ഇടം പിടിക്കാം. ഏത് വേണം തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ വളരെ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ പോലും കണ്ണുമടച്ച് പറഞ്ഞ പേരുകളാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ഈ ആളുകളുടെയൊക്കെ. അവർക്കൊക്കെ അവരുടേതായ കോൺട്രിബ്യൂഷനുണ്ട്. അവരുടെയൊക്കെ പ്രത്യേകത, അവരാരും പുൽക്കൂട്ടിലെ ശുനകനായിട്ടില്ല എന്നുള്ളതാണ്. മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, പട്ടി തിന്നത്തുമില്ല പശുവിനെ തിന്നാൻ സമ്മതിക്കത്തുമില്ല. ഈ സ്ഥിതിയിൽ ആണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കേഡർ പാർട്ടിയാണ്. കേഡർ പാർട്ടിയുടെ പ്രവർത്തനത്തിനൊരു കേഡർ ശൈലിയുണ്ട്. ഇപ്പോൾ സി പി എം കോൺഗ്രസിൻ്റെ ശൈലിയിൽ പ്രവർത്തിക്കാൻ നിമിഷം സി പി എം തകർന്നു പോകും. സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ എണ്ണം നിശ്ചിതമാണ്. പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വന്നാൽ അവർക്ക് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ഉണ്ട്. പാർട്ടി ചെറുതോ വലുതോ സ്വാധീനമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിൻ്റെ സംഘടനാ രൂപത്തിൻ്റെ ശക്തിയല്ല ഇതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിൽ തന്നെ അവർക്കൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, അല്ല എല്ലാവരെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ചെറിയ ഒരു കമ്മിറ്റി ആയിരിക്കും പാർട്ടിയുടെ പ്രവർത്തനത്തിന് നല്ലത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ഇത്തരം ഒരു കോർ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. അദ്ദേഹം കോർ കമ്മിറ്റി കൊടുത്ത കമ്മിറ്റിയിൽ ആരൊക്കെ അംഗങ്ങളുണ്ടായിരുന്നു, അദ്ദേഹം രൂപം കൊടുത്ത കോർ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങളായിരുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കോർ കമ്മിറ്റി വേണ്ട എന്ന് വെച്ചിട്ട് ഒരു പാരഗ്രാഫിൽ നിൽക്കുന്ന ഒരു കോർ കമ്മിറ്റി വേണ്ട എന്ന് വെച്ചിട്ട് 3 പേജുള്ള ഒരു കോർ കമ്മിറ്റി ലിസ്റ്റാണ് നഡ്ഡാജി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഒരു KPCC സ്റ്റൈലിൽ. ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ്. അത് കോൺഗ്രസിനെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ കഴിയുന്ന നേതാക്കന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അത് പോയിക്കോട്ടെ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ശരി, നഡ്ഡാജിക്ക് തോന്നിക്കാണും അദ്ദേഹം ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി വന്നതിന് ശേഷം ബി ജെ പിക്കുണ്ടായ അഭൂതപൂർവമായ വളർച്ച പരിഗണിച്ച് നമ്മുടെ ഈ കോർ കമ്മിറ്റിയിൽ 1000 പേരെയെങ്കിലും വേണം എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. എന്തായാലും നഡ്ഡാജി സംയമനം പാലിച്ചു. വളരെ കുറച്ച് ആളുകളെ അതിനകത്ത് അദ്ദേഹം ഉൾക്കൊള്ളിച്ച് അദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ട ആളുകളെയാണ്. ഇനി കോർ കമ്മിറ്റിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒന്ന് കോർ കമ്മിറ്റിയിലെ കുറച്ച് പേര് മുരളീധരൻജിയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. മറ്റു കുറച്ച് ആളുകൾ സുരേന്ദ്രൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. ഇനിയും വേറെ കുറച്ച് ആളുകളുണ്ട്, അവരെ BL സന്തോഷ് ജിക്ക് സന്തോഷം നൽകിയ ആളുകളാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ആളുകളെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഒരു കമ്മിറ്റി, ഒരു കോർ കമ്മിറ്റി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ മേളിലെ പേtrons ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കോർ കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു കോർ കമ്മിറ്റി അംഗം പ്രവർത്തന രംഗത്ത് അലംഭാവം കാണിച്ചാൽ രാജീവ് ചന്ദ്രശേഖരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം കോർ കമ്മിറ്റിയിലേക്ക് വന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സൗജന്യത്തിലല്ല, സൗമനസ്യത്തിലല്ല, മറിച്ച് അവരുടെ ഗോഡ് ഫാദേഴ്സ്, അവരുടെ പേtrons അവിടെ ഇരിപ്പുണ്ട്. അവരുടെ താല്പര്യം അനുസരിച്ചാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ പോക്ക് കണ്ടിട്ട് ബി ജെ പിയുടെ ഭാവി കേരളത്തിൽ അത്ര ശോഭനമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഒരാളെ അനുസ്മരിക്കാതെ വിടുന്ന ഒട്ടും ശരിയല്ല. ജാവദേക്കർജി ഇവിടെ വരാറുണ്ടായിരുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചില പത്രപ്രസ്താവനയൊക്കെ നടത്തും, പോകും. ജാവദേക്കർജിയുടെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ 2 പരിപാടികളാണ് പ്രധാനമായിട്ട് താല്പര്യം കണ്ടത്. ഒന്ന് ഭക്ഷണം, മറ്റൊന്ന് വിശ്രമം. അതിന് രണ്ടും കേരളത്തിൽ വരും. അത്യാവശ്യം നല്ല ഭക്ഷണവും കഴിക്കും, വിശ്രമവും കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ജാവദേക്കർജിയുടെ സേവനം കൊണ്ട് തന്നെ അത്യാവശ്യം നാശം ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തായാലും കോർ കമ്മിറ്റി വരുമ്പോൾ അതിൻ്റെ സ്ഥിതി കുറച്ചുകൂടെ മോശമാവും. ഡൽഹിയിലിരിക്കുന്ന സുൽത്താൻമാർ കേരളത്തിലെ ബി ജെ പിയെക്കുറിച്ച് പഠിക്കണം. ഇവിടെ കേരളത്തിലെ ബി ജെ പിയിൽ 5 തരത്തിലുള്ള നേതാക്കന്മാരുണ്ട്. അതാണ് ഡൽഹിയിലെ സുൽത്താൻമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്നാമത്തെ തലത്തിൽ ആദ്യം ഒന്ന്, നേതാവ് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തോൽക്കുന്നവർ. തെരഞ്ഞെടുപ്പിലല്ലേ ഒരു നേതാവിൻ്റെ ജനസമ്മതി തെളിയിക്കേണ്ടത്. അപ്പം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തോക്കുന്ന നേതാക്കന്മാർ ബി ജെ പിയിലുണ്ട്. 2, നോമിനേഷൻ അദ്ദേഹം കൊടുത്തു,
റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ സ്വീകരിച്ചു എന്നറിയുന്ന നിമിഷം തന്നെ നോക്കുന്നവരുണ്ട്. അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എടുത്ത് മേശപ്പുറത്ത് വെക്കുമ്പോൾ തോക്കുന്ന ആളുകൾ. ഇനിയും നാലാമതൊരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അവർ വോട്ട് എണ്ണിത്തുടങ്ങി ഒരു 8-നും 9-നും ഇടയ്ക്ക് തോക്കുന്ന ആളുകൾ. അവസാനത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ജനങ്ങളിലെ പ്രതീക്ഷ ഉണ്ടാക്കിയ ശേഷം തോറ്റുപോകുന്ന ആളുകൾ. അവർ ജനകീയരായ നേതാക്കന്മാരാണ്. ഈ 5 തരം നേതാക്കന്മാരാണ് ബി ജെ പിയിലുള്ളത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം വളരെ വളരെ വ്യക്തമായി, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഭാവിക്ക് ഗുണകരമായ തീരുമാനമല്ല കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. അത് വളരെ വളരെ വ്യക്തമാണ്. ഇനി ബി ജെ പിയുടെ ഇവിടുത്തെ തോൽവിക്ക് എന്താണ് കാരണം എന്നൂടെ നോക്കി നമുക്ക് ഇത് അവസാനിപ്പിക്കാം, ഈ വിഷയം അവിടെ അവസാനിപ്പിക്കാം. ബി ജെ പിയുടെ കേരളത്തിലെ തോൽവിക്ക് 3 കാരണമുണ്ട്. ആദ്യത്തെ കാര്യം ഗ്രൂപ്പ് കളി തന്നെയാണ്. ഗ്രൂപ്പ് കളിച്ച് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും. രണ്ടാമത്തെ കാര്യം അപവാദ പ്രചരണമാണ്. അത് ഗ്രൂപ്പ് കളിയുടെ ഒരു ഉപ ഉൽപ്പന്നമാണ്. അപവാദം പ്രചരിപ്പിച്ച് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും. മൂന്നാമത്തെ മാർഗം പാർട്ടി ഫണ്ട് കൊടുക്കാതെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും. അങ്ങനെ പാർട്ടി ഫണ്ട് കൊടുക്കാതെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചവർ, അപവാദം പ്രചരിപ്പിച്ച് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചവർ, ഗ്രൂപ്പ് കളിച്ച് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചവർ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വളർച്ചയുടെ കടക്കൽ കത്തിവെച്ച മഹാത്യാഗികളും നിസ്വാർത്ഥരും നിർമ്മല മനസ്കരും അഴിമതിയെ 1000 കാതം അകലെ നിർത്തിയിരിക്കുന്നവരുമായ ദേശീയ നേതാക്കന്മാരുൾപ്പെടുന്ന ഒരു ബൃഹത്തായ കോർ കമ്മിറ്റി വന്നിട്ടുണ്ട്. 1000 ഈ കോർ കമ്മിറ്റിയിലുണ്ട്. എന്തായാലും ഒരു കാര്യം ലളിതമായിട്ട് പറയാം, ബി ജെ പിക്ക് വിജയം സുനിശ്ചിതമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.